ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ 16, 17, 18, 19 പേജസുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഡാഷ് ഈസ് ദ സൺ ഓഫ് ദ മുഗൾ റൂളർ ഷാജഹാൻ. ആൻസർ ദാര ഷുക്കോ. 29. Dash is the language formed by the fusion of Persian and Hindi languages during the Mughal period. Answer Urdu. 30th one. The ruins of Hampi were discovered in 1800 by Dash, Colonel Mackenzie. 31. Dash was the most famous ruler of Vijayanagara kingdom. Answer Krishnadevaraya. 32. Who translated Mahabharata into Persian during the Mughal era? Answer Dara Shukro. 33. Write some examples of the fusion of Indian architectural style with the Persian style. Answer Taj Mahal, Agra Fort and Red Fort. 34th one. Name of the music form originated as a result of the synthesis of Persian and Hindi languages. Answer Hindustani. 35. Name the dynasty which was founded by the brothers Harihara and Bukka. Answer Vijayanagara. 36. Name some dynasties existed in South India during the medieval period. Answer Sangama dynasty, Saluva dynasty, Tuluva dynasty and Aravidu dynasty. 37. Explain the cultural integration of Mughals with Indian culture. Answer. The translation of Mahabharata into the Persian by Dara Shukro is an example of the Mughals blending with Indian culture. The Taj Mahal, Agra Fort and Red Fort are examples of the fusion of Indian architectural style with the Persian style brought here by the Mughals. Urdu, a new language, was also formed by the fusion of Persian and Hindi languages during the period. Hindustani music also originated as a result of this synthesis. മുഗൾസിൻ്റെ ഇന്ത്യൻ സംസ്കാരവുമായിട്ടുള്ള സമന്വയം വിശദീകരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻസർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ നമ്മുടെ മഹാഭാരത പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു എക്സാമ്പിളാണ്. പിന്നെ ധാരാളം കൺസ്ട്രക്ഷൻസ്, എക്സാമ്പിൾ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്, ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലുമായിട്ടുള്ള മുഗൾസിൻ്റെ ഒരു സമന്വയം, അതിന് എക്സാമ്പിൾസാണ്. പിന്നെ ഉറുദു ലാംഗ്വേജ്, ഒരു ന്യൂ ലാംഗ്വേജ് ഫോം ചെയ്തത് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസിൻ്റെ ഒരു ഇൻ്റഗ്രേഷനാണ്. അതിൻ്റെ ഫലമായി തന്നെയാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഉണ്ടായിട്ടുള്ളത്. Question number 38. The reign of Krishnadevaraya was a period of imperial expansion and development of the empire. Explain. Answer. Lot of construction works were carried out during the reign of Krishnadevaraya. He also built new forts, palaces and temples. All religions were treated equally by him. Art, literature and cultural spheres also witnessed remarkable progress. He promoted Telugu, Kannada and Tamil literature. കൃഷ്ണദേവരായയുടെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് ധാരാളം എക്സ്പാൻഷൻ, അതായത് വികസനത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ ഒരു പീരീഡായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പീരീഡായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദ്യം. ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സ് അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പീരീഡിൽ ധാരാളം ഫോർട്ടുകൾ, പാലസുകൾ, ടെമ്പിൾസ് എല്ലാം അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫെയിം എന്ന് പറയുന്നത് അദ്ദേഹം കാണിച്ച റിലീജിയസ് ടോളറൻസ് ആണ്, അതായത് മതസഹിഷ്ണുത. എല്ലാ മതങ്ങളെയും ഈക്വലായിട്ടാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തിരുന്നത്. പിന്നെ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, ഇതെല്ലാം ഒരുപാട് പ്രോഗ്രസ് കൈവന്നിരുന്നൊരു സമയമായിരുന്നു അത്. ഇതുകൊണ്ടെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഒരുപാട് വികസനത്തിന് വഴിവെച്ചത്. ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.